ദിയാരോസിലേക്ക് എവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ദിയാരോസ് നിങ്ങളുടെ മുന്നിലെത്തിയിരിക്കുന്നത് ഒരു രാഷ്ട്രീയ വിഷയമായിട്ടാണ്. നിങ്ങൾക്കറിയാം, KPCC പ്രസിഡന്റ് സ്ഥാനവും കോൺഗ്രസിൻ്റെ ഉള്ളിലെ ചില പുകച്ചിലുമായിട്ട് ബന്ധപ്പെട്ട് ചില വിഷയങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ശ്രീ കെ സുധാകരൻ കണ്ണൂർ പാർലമെൻറ്റ് മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയായി നിൽക്കാൻ തീരുമാനിച്ചപ്പോൾ KPCC പ്രസിഡന്റ് സ്ഥാനം താൽക്കാലികമായി ശ്രീ MM ഹസനെ ഏൽപ്പിക്കുകയുണ്ടായി. തുടർന്ന് ഇലക്ഷൻ കഴിഞ്ഞു. KPCC ഒരു യോഗം കൂടിയപ്പോൾ ഈ സ്ഥാനം തിരികെ സുധാകരന് നൽകുമെന്നാണ് സുധാകരൻ പ്രതീക്ഷിച്ചിരുന്നത്. എന്നാൽ KPCC തീരുമാനിച്ചത് ഇലക്ഷൻ്റെ റിസൾട്ട് കഴിഞ്ഞിട്ട് പ്രസിഡന്റ് സ്ഥാനം മാറുന്നതിനെക്കുറിച്ച് ആലോചിക്കാമെന്നാണ്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ എന്തൊക്കെയോ പുകച്ചിൽ സംഭവിച്ചിട്ടുണ്ട്. ഉടൻ തന്നെ സുധാകരനെ 2 ദിവസത്തിനുള്ളിൽ ഈ സ്ഥാനം തിരികെ ഏൽപ്പിക്കുന്ന ഒരു നടപടി KPCC നേതൃത്വം സ്വീകരിച്ചു. എന്താണ് ഇതിൻ്റെ ഇടയിൽ ശ്രീ ഹല്ലാൽ സംഭവിച്ചത്? ഇതിൻ്റെ ഇടയിൽ വേറെ അത്ഭുതങ്ങളൊന്നും സംഭവിച്ചില്ല. കെ സുധാകരൻ്റെ പഴയ നിലപാട് ആവർത്തിക്കുകയാണ് ചെയ്തതെന്നാണ് എൻ്റെ സംശയം. എൻ്റെ സംശയം മാത്രമല്ല, നമ്മൾ കേരളത്തിലെ ജനവും അങ്ങനെ വിശ്വസിക്കുന്നുണ്ട്. കാരണം കെ സുധാകരൻ യഥാർത്ഥത്തിൽ ഇലക്ഷനിൽ മത്സരിക്കുന്നില്ല എന്ന് പറഞ്ഞ ആളാണ്. പാർലമെൻറ്റ് ഇലക്ഷനിൽ മത്സരിക്കാൻ താല്പര്യമില്ല എന്ന് പലതവണ പറയുകയുണ്ടായി. എന്നാൽ നിർബന്ധിച്ച് കെ സുധാകരൻ മത്സരിപ്പിച്ചത് തന്നെ ഒരു അജണ്ടയാണ്. കാര്യം അതിൻ്റെ അടിസ്ഥാനത്തിൽ KPCC പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് പുറത്താക്കുക എന്ന് തന്നെയാണ് ആ തീരുമാനം എടുത്തതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചവരുടെ എല്ലാ ലക്ഷ്യം. അവർ ആ ഒരു അർത്ഥത്തിൽ അവിടെ ഇലക്ഷനിൽ മത്സരിപ്പിച്ചു എന്ന് മാത്രമല്ല, KPCCയുടെ പ്രസിഡൻ്റായിരുന്ന ആളെ കേരളത്തിൽ മറ്റെങ്ങും തിരഞ്ഞെടുപ്പ് പ്രചരണ യോഗങ്ങളിലെങ്ങും ഉപയോഗിച്ചതുമില്ല. അപ്പോൾ ഒരു കണക്കിന് പറഞ്ഞാൽ കണ്ണൂരിൽ ഒതുക്കിയിടുകയായിരുന്നു ചെയ്തത്. അപ്പോൾ അതിൽ 2 ലക്ഷ്യമാണുള്ളത്. ഒന്ന്, ഈ ഒരുപക്ഷെ കോൺഗ്രസിനാണ് ഇല്ലെ UDFനാണ് മേൽക്കൈ കിട്ടുന്നതെങ്കിൽ അതിൽ കെ സുധാകരൻ്റെ കോൺട്രിബ്യൂഷനൊന്നുമില്ല. അത് ആരുടെ കോൺട്രിബ്യൂഷനാണ്? VD സതീശൻ്റെയും മറ്റ് ആളുകളുടെയും നേട്ടമാണ് എന്ന് വരുത്തി തീർക്കുക. 2, ഈ ഇലക്ഷൻ്റെ കെയർ ഓഫിൽ ഇദ്ദേഹത്തിന് ഒഴിവാക്കുക. ഈ 2 അജണ്ടയാണ് അവർ ഉദ്ദേശിച്ചത്. എന്നാൽ കെ സുധാകരൻ ഇത് ഈ ചില കാര്യങ്ങളിൽ എങ്ങനെ വളരെ എന്താ പറയുക, ഇവരൊക്കെ തന്നോട് ചെയ്തത് തന്നോടുള്ള സ്നേഹം കൊണ്ടാണ്, അവിടെ നിർബന്ധിച്ച് മത്സരിപ്പിക്കുന്നതൊക്കെ വല്ല സ്നേഹം കൊണ്ടാണെന്ന് ധരിച്ച് ആ ധാരണ വളരെ പെട്ടെന്ന് സുധാകരൻ തിരിച്ചറിഞ്ഞ് ശരിയല്ല എന്ന്. അങ്ങനെയാണ് അദ്ദേഹം ഈ ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ KPCC പ്രസിഡന്റ് സ്ഥാനം തിരിച്ചു വേണം എന്ന് തന്നെ ശഠിച്ചത്. പക്ഷേ ഈ VD സതീശനുമായിട്ടുണ്ടായ തർക്കങ്ങളൊക്കെ ആയിരിക്കാം സതീശന് ഇത്രയും ഒരു സുധാകരനെ പുറത്താക്കണമെന്നൊരു തോന്നൽ ഉള്ളിൽ വന്നതും. അതിന് സംശയമില്ല. കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ തന്നെ കണ്ടല്ലോ, മീഡിയയിലൊക്കെ സതീശൻ ഒരു പ്രസ് മീറ്റിങ്ങിന് വരാൻ ലേറ്റായപ്പോൾ സുധാകരൻ നടത്തിയ പദപ്രയോഗവും അതിനുശേഷം ഉണ്ടായ സീനും കഴിഞ്ഞ കോട്ടയം ഇലക്ഷനിലെ പത്രസമ്മേളനത്തിൽ മൈക്കിൻ്റെ കടിപിടിയും ഒക്കെ നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ VD സതീശന് തീർത്തും ഈ സുധാകരൻ ഉൾക്കൊണ്ടുകൊണ്ട് പോകാൻ കഴിയില്ല എന്നൊരവസ്ഥയിലെത്തിയിട്ടുണ്ട്. അവർ തമ്മിൽ യോജിച്ച് പോകാൻ കഴിയില്ല. പുറമെ എന്തൊക്കെ നടിച്ചാലും യോജിച്ച് പോകാൻ കഴിയില്ല എന്ന്. അതാണ് AICCയുടെ കൂടെ സഹായം ഉറപ്പാക്കിക്കൊണ്ട് ഈ മത്സരിപ്പിക്കുന്നു. ഈ സന്ദർഭം ഉപയോഗിച്ച് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് താൽക്കാലികമായിട്ട് ഒഴിവാക്കുന്നു. MM ഹസനെ കൊണ്ടുവരുന്നു. ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ തിരിച്ചു കൊടുക്കുക എന്നുള്ള തരത്തിൽ AICC തന്നെ പറയുന്നത് തിരിച്ചു കൊടുക്കേണ്ട, ഇലക്ഷൻ റിസൾട്ട് വരട്ടെ എന്ന് പറയുന്നു. അവിടെയാണ് സുധാകരൻ അപകടം മണത്തത്. ഇത് തൻ്റെ എന്നേക്കുമുള്ള തന്നെ തള്ളിക്കളയലാണെന്ന് തോന്നിയിട്ടാണ് സുധാകരൻ്റെ നിലയെടുത്ത് നേരെ തിരിച്ചു വേണം എന്ന് പറഞ്ഞു. സുധാകരൻ തിരിച്ചു വേണമെന്ന് കേവലം പറച്ചിലല്ല. സുധാകരൻ എന്താ ചെയ്തതെന്ന് നമുക്ക് വ്യക്തമാണ് അക്കാര്യത്തിൽ. കാര്യം തിരിച്ചു കൊടുത്തില്ലെങ്കിൽ നിർണായക തീരുമാനമെടുക്കും എന്ന് സുധാകരൻ ഭീഷണിപ്പെടുത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. ഇതൊരു ഭീഷണിയുടെ സ്വരത്തിൽ തന്നെയാണ്. കാര്യം സുധാകരൻ നേരത്തെ തന്നെ വളരെ ക്ലിയറായി പറഞ്ഞതാണ്, എനിക്കാരുടെ അനുവാദമൊന്നും വേണ്ട, എനിക്ക് BJP പോകാൻ താല്പര്യമുണ്ടെങ്കിൽ I will go with BJP. യാതൊരു സംശയമില്ല. അതിന് ആരുടെ ഔദാര്യമൊന്നും വേണ്ട, ഇല്ലെങ്കിൽ ശുപാർശയും വേണ്ട, ഞാൻ പൊക്കോളൂ എന്നാണ് പറഞ്ഞത്. ഞാൻ സംഘടന KSUവിന്റെ പ്രവർത്തകനായിരിക്കുന്ന കാലം എൻ്റെ എടക്കാട് അസംബ്ലിയിലെ കീഴുന്ന തോട്ടട തുടങ്ങിയ പ്രദേശങ്ങളിൽ RSSന്റെ ശാഖ കൊണ്ടുവന്ന് ആരംഭിച്ചപ്പോൾ ആ ശാഖ അടിച്ചു പൊളിക്കാനും തകർക്കാനും CPM ശ്രമിച്ച ഒരു കാലമുണ്ടായിരുന്നു. അവിടെ ശാഖ നടത്താൻ സാധിക്കാത്ത ചുറ്റുപാട് ആ പ്രദേശത്തുണ്ടായപ്പോൾ ആളെ അയച്ച് സംരക്ഷണം കൊടുത്ത ഒരാളാണ് ഞാൻ. എനിക്ക് തോന്നിയാൽ I will go with BJP. അത് തർക്കം അതിന് ആരും ബോധ്യപ്പെടുത്ത കോൺഗ്രസിൻ്റെ
ഒരു പരമോന്നത സ്ഥലമായ KPCC പ്രസിഡൻ്റായി വരുന്നതിന് തന്നെ ആ ഭീഷണി ഉപയോഗിച്ചാണ് അദ്ദേഹം പ്രസിഡന്റ് സ്ഥാനം പിടിച്ചെടുക്കുന്നത്. ഇപ്പോൾ പ്രകാശ് ജാവ്ദേക്കറുമായിട്ടൊക്കെ ചർച്ച നടന്നെന്നൊക്കെ പറയുന്നുണ്ടല്ലോ. വസ്തുത എന്താണെങ്കിലും അതല്ലായിരുന്നെങ്കിൽ BJP പോകുമായിരുന്നു എന്ന് സാക്ഷ്യപ്പെടുത്തുന്നത് വേറെ പലരുമാണ്. അപ്പോൾ അതിലൊരു അടിസ്ഥാനമുണ്ട് എന്നൊരു സംശയമില്ല. അപ്പോൾ ഇപ്പോൾ ഇങ്ങനെ ഈ കോൺഗ്രസ് നേതൃത്വം ഇങ്ങനെ നിലപാടെടുത്തുകൊണ്ട് പോയാൽ, അതായത് ഇപ്പോൾ AK ആൻ്റണിയുടെ മകൻ BJP ചേർന്നു, അതിനുശേഷം KK കരുണാകരൻ്റെ മകൾ ചേർന്നു, ഇപ്പോൾ പ്രധാന നേതാവായ ഈ സുധാകരൻ ഒരു ഭീഷണിയുടെ സ്വരത്തിൽ BJPയിൽ പോകുമെന്ന ഒരു ഭീഷണിയുടെ മറവിൽ നിന്നുകൊണ്ടാണ് ഈ KPCC പ്രസിഡന്റ് സ്ഥാനം തിരിച്ചേൽപ്പിക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായത്. അപ്പോൾ ഇങ്ങനെ രീതിയിൽ പോയിക്കൊണ്ടിരുന്നാൽ തുടർന്നും പ്രധാന നേതാക്കന്മാർ ഈ സ്ഥാനങ്ങൾക്ക് വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള ഭീഷണി തുടർന്നും ഉപയോഗിക്കാൻ സാധ്യതയില്ലേ കോൺഗ്രസ്? അതുണ്ടല്ലോ. ഇപ്പോൾ കോൺഗ്രസ് പഴയൊരവസ്ഥയിലല്ല. പണ്ടത്തെ ഹൈക്കമാൻഡ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു തീരുമാനമെടുത്ത് അവിടെ നിൽക്കുമായിരുന്നു. ഇപ്പോൾ കോൺഗ്രസ് ദുർബലമാണ് ദേശീയ അടിസ്ഥാനത്തിൽ. ഇത് തന്നെ തിരിച്ചു കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇലക്ഷൻ കഴിയട്ടെന്ന് AICC തീരുമാനിച്ച ആ AICC തന്നെയാണ് കൊടുക്കാൻ പറയുന്നത്. അതവരുടെ ദൗർബല്യത്തെ ഏറ്റവും എടുത്തു പറയുന്നൊരു സംഗതിയാണ്. കാര്യം എന്താണെന്ന് വെച്ചാൽ അല്ലെങ്കിൽ ഈ സമയത്ത് സുധാകരനൊരു നിർണായക തീരുമാനമെടുത്താൽ ഇലക്ഷൻ്റെ 3ാം ഘട്ടത്തിലേക്ക് പോകുന്നു, തുടർന്ന് ബാക്കി ഘട്ടങ്ങൾ നിൽക്കുന്നു. അത് വലിയ തിരിച്ചടി ദേശീയ അടിസ്ഥാനത്തിൽ കോൺഗ്രസ്സിനുണ്ടാക്കും. അപ്പോൾ സ്വാഭാവികമായി അത്തരമൊരു സന്ദർഭം ഒഴിവാക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ആദ്യത്തെ അവരുടെ ഉദ്ദേശം. അപ്പോൾ അതുകൊണ്ട് തിരിച്ചു കൊടുക്കേണ്ടി വന്നാൽ തിരിച്ചു തന്നെ കൊടുക്കുക. അതിൻ്റെ അനിഷ്ടം MM ഹസൻ അടക്കം പ്രകടിപ്പിച്ചല്ലോ. കാര്യം അവർ സോമനസാലെ ഒഴിഞ്ഞു കൊടുക്കുകയായിരുന്നില്ല. അങ്ങനെ ഒരു തീരുമാനമായിരുന്നെങ്കിൽ സ്വാഭാവികമായിട്ട് അവിടെ പ്രതിപക്ഷ നേതാവും താൽക്കാലികമായി ചുമതലയുണ്ടായിരുന്ന പ്രസിഡൻറ്റും ഒക്കെ അദ്ദേഹം തിരിച്ച് ചാർജ് എടുക്കുമ്പോൾ മിനിമം ഇന്ദിരാഭവനിലെത്തണ്ടേ. ഇന്ദിരാഭവനിലെത്തിയില്ലെന്ന് മാത്രമല്ല, സുധാകരൻ എന്ത് ചെയ്തു? അനുയായികളെ കൊണ്ട് ശക്തമായ പിന്തുണ പ്രകടനവും ഒക്കെ നടത്തി അല്ലെങ്കിൽ ആഘോഷമാക്കി സുധാകരൻ വരുമ്പോഴാണ് താൽക്കാലിക പ്രസിഡന്റ് അവിടെ ഇല്ല, വരുന്നില്ല. അപ്പോൾ അത് സംബന്ധിച്ച് മീഡിയ ചോദിക്കുമ്പോൾ പറയുന്നത്, നിങ്ങൾ അദ്ദേഹത്തിനോട് ഇവിടെ തിരക്കി നോക്കാൻ പോയി ചോദിക്കാനാണ് പറഞ്ഞത്. അപ്പോൾ പുള്ളിയെ കണ്ടെന്ന് നിങ്ങൾ തന്നെ ചോദിക്കും. ഒന്ന് പുള്ളിനൊന്ന് കണ്ടുപിടിച്ചിട്ട് ചോദിക്കണം കേട്ടോ. ചോദിക്കണം. സസ്പെൻഡ് ചെയ്യപ്പെട്ട പല ആളുകളെയും തിരിച്ചെടുക്കുന്നു. കൂടിയാലോചന നടന്നോ? കൂടിയാലോചന നടന്നില്ല. ആ കൂടിയാലോചന നടത്താത്തത് പുനഃപരിശോധിക്കേണ്ട ആവശ്യമുണ്ടോ എന്നുള്ളത് നമ്മൾ പരിശോധിച്ച് നമ്മൾ തീരുമാനിക്കുന്നു. VD സതീശൻ എന്തുകൊണ്ടില്ലായിരുന്നു എന്ന് ചോദിച്ചാൽ പറഞ്ഞു, അദ്ദേഹം ബഹുമുഖ പ്രതിഭയല്ലേ, അതുകൊണ്ട് പല കാര്യവും ദുനിയാണ്. പ്രതിപക്ഷ നേതാവ് തിരക്കിലാണ്. അദ്ദേഹം ഒരു ബഹുമുഖ വൈഭവമുള്ള ആളല്ലേ, ആകെ പഴയ ഉത്തരവാദിത്തങ്ങളുണ്ട്. ഇതിൽ നിന്ന് നമ്മൾ കാണേണ്ടത് കോൺഗ്രസിനകത്ത് ശക്തമായ ഈ പറഞ്ഞ ഒരു അന്തർനാടകങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇലക്ഷൻ്റെ റിസൾട്ട് തിരിച്ചടിയായിട്ടുണ്ടെങ്കിൽ, അതായത് വരാൻ പോകുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം UDFിനെതിരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും കോൺഗ്രസിനകത്ത് നിന്ന് പൊട്ടിത്തെറികൾ വരികയും നിരവധി പേര് BJPയിലേക്ക് പോവുകയും ചെയ്യുന്ന അവസ്ഥയുണ്ട്. കേരളത്തിൽ നിന്നാണ് അങ്ങനെ കൂടുതൽ വളരെ പെട്ടെന്ന് പോകാതിരുന്നൊരു സ്റ്റേറ്റ്. പക്ഷേ ഇപ്പോൾ കേരളത്തിലും അങ്ങനെ ആകാമെന്ന് ഈ അടുത്ത ദിവസങ്ങളിൽ തെളിയിച്ചുകൊണ്ടിരിക്കുക. സുധാകരൻ്റെ PA പോയി. അതിനു മുന്നേ ഈ പറഞ്ഞ പോലെ കോൺഗ്രസ് ജനിച്ചപ്പോഴേ കോൺഗ്രസ് പാർട്ടിയും കോൺഗ്രസിൻ്റെ അധികാര കേന്ദ്രമായിരുന്ന 2 പ്രമുഖ വ്യക്തികളുടെ മക്കളാണ് പോയത്. സാധാരണ കോൺഗ്രസ് കുടുംബത്തിൽ നിന്നല്ല പോയേ. അപ്പോൾ ഇത് തങ്ങൾക്ക് അവിടെ വേറുകൃത്യമൊന്നും കാണില്ല, അതിർവരമ്പുകൾ കുറവാണ്, ഇവിടെ നിന്ന് അടുത്ത കാല് വെച്ചാൽ BJPയിലോട്ട് കയറുന്നതിന് ഒരു മടിയും വേണ്ട എന്ന തരത്തിൽ കോൺഗ്രസ് എത്തിയിട്ടുണ്ട്. കോൺഗ്രസിൻ്റെ പ്രവർത്തകർ എത്തിയിട്ടുണ്ട്, നേതാക്കന്മാർ എത്തിയിട്ടുണ്ട്. ദൈനംദിനം അത് തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ സ്വാഭാവികമായിട്ട് സുധാകരൻ ഇത് തന്നെയാണ് പറയുന്നത്. സുധാകരൻ നേരത്തെ പറഞ്ഞത് മാത്രമല്ലല്ലോ, കണ്ണൂർ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനിടയിൽ മീഡിയ ചോദിക്കുമ്പോഴും പറഞ്ഞതാണ്, എനിക്ക് പോകണമെന്ന് ഇട്ടുകൊണ്ടെങ്കിൽ ഞാൻ പോകുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ അങ്ങനെ ഒരാളാണ് KPCCയുടെ പ്രസിഡൻ്റായിട്ടിരിക്കുന്നത്. ഇത് തന്നെയാണ് കോൺഗ്രസ്സിലെ ഒരു വിഭാഗം സാധാരണ പ്രവർത്തകർക്ക് അലോരസ്യം ഉണ്ടാക്കുന്നത്. കാര്യം ഇങ്ങനെ ഒരാളെ ചുമക്കേണ്ടി വരികയാണല്ലോ എന്ന് സാധാരണ പ്രവർത്തകർ വലിയ വിഷമത്തോടുകൂടിയാണ് കാണുന്നത്. പക്ഷേ നമ്മൾ കാണേണ്ട ഒരു കാര്യം ഈ പുറമേ കാണുന്നതല്ല. ഇപ്പോൾ VD സതീശനും K സുധാകരനും വന്നപ്പോൾ ഞങ്ങളിവിടെ ഗ്രൂപ്പ് എന്ന് പറയുന്ന സംവിധാനം അവസാനിപ്പിക്കുകയാണ്, കേഡർ പാർട്ടിയാകുകയാണ്, ഇതൊക്കെയാണ് പറഞ്ഞത്. അത് രണ്ടാമെന്ന് പറഞ്ഞ് കേഡറല്ല സെമി കേഡറാക്കുകയാണ് എന്ന് പറഞ്ഞു. അപ്പോൾ കേഡറുമായില്ല, സെമി കേഡറുമായില്ല, ഇപ്പോൾ പ്രധാന കേഡറൊക്കെ BJPയിലോട്ട് പോവുകയും ചെയ്യുന്ന അവസ്ഥയാണ് ഇപ്പോൾ സംജാതമായത്. അപ്പം നമുക്ക് ആ കാണുന്നത് ഈ ഒരു അവസരം ഇലക്ഷന് ശേഷം തിരിച്ചടിയാണെങ്കിലേ അവസരം നോക്കിയിരിക്കുന്നവർ
ചെറുതല്ല. രമേശ് ചെന്നിത്തല, കെ മുരളീധരൻ, ബെന്നി ബെഹന്നാൻ തുടങ്ങിയ ആളുകളെല്ലാം തന്നെ ഗ്രൂപ്പിനെ ഇല്ലാതാക്കിയെടുത്തുനിന്ന് തിരികെ ഗ്രൂപ്പിനെ കൊണ്ടുവരാനൊരു അവസരമായിട്ട് ഉപയോഗിക്കാനാണ് നിൽക്കുന്നത്. അതുകൊണ്ടാണ് ഈ ഇലക്ഷനിൽ സംഘടനാ സംവിധാനം പ്രവർത്തിച്ചില്ല, ചില ബൂത്തിലിരിക്കാൻ ആളെ പോലും കിട്ടിയില്ല എന്ന ഇലക്ഷനും ഈ റിസൾട്ട് വരുന്നതിന് മുന്നേ തന്നെ ഇതൊക്കെ പറഞ്ഞതിൻ്റെ അടിസ്ഥാനം എന്താണെന്ന് വെച്ചാൽ ഈ പ്രതിപക്ഷ നേതാവിൻ്റെയും അതോടൊപ്പം തന്നെ KPCC പ്രസിഡൻ്റെയും നേതൃത്വം നടന്ന തിരഞ്ഞെടുപ്പ് പ്രവർത്തനമാകെ സംഘടനാ സംവിധാനമാകെ പരാജയമെന്നാണ്. ഇതിനിടയിൽ VD സതീശൻ ശ്രമിച്ചൊരു ശ്രമം ഈ പരാജയത്തിൻ്റെയോ അല്ലെങ്കിൽ വരാൻ പോകുന്ന തിരിച്ചടിയുടെയോ ഒക്കെ ഉത്തരവാദിത്വം ആർക്കാണ്? കെ സുധാകരന് മാത്രമാണ്, എനിക്കല്ലെന്നായിരുന്നു. അങ്ങനെ ഒറ്റയാനായിട്ട് സുധാകരനെ ബലിയാടാക്കി കൊടുക്കുകയും അതിൻ്റെ ഒരു സൈഡിൽ കൂടെ VD സതീശൻ മുന്നോട്ട് പോകാനാണ് ഉദ്ദേശിച്ചത്. പക്ഷേ സുധാകരൻ വിദഗ്ധമായി ഇങ്ങനെയുള്ള കുഴപ്പങ്ങൾ അഥവാ സംഭവിച്ചാൽ ഞാൻ മാത്രമല്ല കുറ്റക്കാരൻ, കുഴപ്പക്കാരൻ പ്രതിപക്ഷ നേതാവും കൂടെ ഉണ്ട് എന്ന നിലയിലാണ് സുധാകരൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. മറ്റൊരു പ്രത്യേകത ചാർജ് ഏറ്റെടുത്തിട്ട് നടത്തിയ പ്രതികരണങ്ങളാണ്. പ്രതികരണം എന്ന് പറഞ്ഞാൽ MM ഹസൻ എന്ന് പറഞ്ഞാൽ താൽക്കാലികമായിട്ട് അത്രയും ദിവസം ഇരുന്നതിനോട് സ്വമേധയാ ഒഴിഞ്ഞു കൊടുക്കാത്തതിൻ്റെ എല്ലാ വെറുപ്പും പ്രകടിപ്പിക്കുന്നതായിരുന്നു അന്നത്തെ പ്രസ് മീറ്റിംഗ്. തിരഞ്ഞെടുപ്പിന് ശേഷം സംഭവിക്കാൻ പോകുന്ന എന്താണെന്ന് തന്നെ ചവിട്ടി പുറത്താക്കി ഇതിൻ്റെ എല്ലാ ഉത്തരവാദിത്വവും തൻ്റെ തലയിൽ വെച്ച് നിന്ന് കെട്ടിവിടാനാണ് ഇവർ ഉദ്ദേശിച്ചേക്കുന്നത്. അതിനെ പ്രതിരോധിക്കുക എന്നുള്ള പരിപാടി സുധാകരൻ തുടങ്ങിയിട്ടുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. അപ്പം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഈ ഉരുത്തിരിഞ്ഞുകൊണ്ടിരിക്കുന്ന നാടകത്തിൻ്റെ ഒരു അവസാനം എന്ന് പറയുന്നത് നമ്മുടെ ലോക്സഭാ ഇലക്ഷൻ്റെ റിസൾട്ട് വരുന്ന ജൂൺ 4 തീയതിക്ക് ശേഷം നമുക്കറിയാമെന്നുള്ളതാണ്. അന്ന് ഈ പ്രതിപക്ഷ നേതാവിൻ്റെ കസേരയിലിരിക്കുന്ന VD സതീശനാണോ അല്ലെങ്കിൽ KPCC പ്രസിഡന്റ് സ്ഥാനത്തിരിക്കുന്ന കെ സുധാകരനാണോ, ഈ സ്ഥാനങ്ങൾക്കൊക്കെ എന്തൊക്കെ മാറ്റങ്ങൾ വരുമെന്നുള്ള കാര്യം നമുക്ക് ഈ 4 തീയതിക്ക് ശേഷം കാത്തിരുന്ന് കാണാമെന്നാണ് ദി ആരോസിന് പറയാനുള്ളത്. അപ്പോൾ ഈ നാടകങ്ങളുടെ എല്ലാം ഒരവസാനം പുതിയ തീരുമാനങ്ങൾ വീണ്ടും കോൺഗ്രസ് നേതൃത്വത്തിനിടയിൽ ഉണ്ടാകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. വീണ്ടും മറ്റൊരു വീഡിയോയുമായി നിങ്ങളുടെ മുന്നിൽ എത്തുന്നതുവരെ ഏവർക്കും നന്ദി, നമസ്കാരം.